എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ രേവതി ആണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണ്. ഇന്നിവിടെ സംഭവിച്ച സകല കാര്യങ്ങളും അവള് ദേവുവിനോട് പറയുകയാണ്. അപ്പൊ ദേവു ആണെങ്കിലോ, എന്റെ ചേച്ചി ആയതുകൊണ്ടാണ് ആ പെണ്ണ് അങ്ങനെയൊക്കെ മോശമായിട്ട് ചേച്ചിയോട് പെരുമാറിയെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചി പ്രതികരിക്കണമായിരുന്നു. അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ ലക്ഷ്മിയമ്മ പറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മ പറയാണ്, ദേ നീ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കല്ലേ, അല്ലെങ്കിൽ തന്നെ അവൾ അത്യാവശ്യം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് താമസിക്കുന്നത്. അപ്പം ഇത് കേട്ട് നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവള് പറയാണ്, അമ്മ അങ്ങനെയൊന്നും പറയൊന്നും വേണ്ട, ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഞാൻ ആരുടെയും വെക്കിട്ട് കയറാറില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അറിയാലോ, എൻ്റെ അമ്മായിയമ്മയുടെ തനിക്കോണം. അതുകൊണ്ട് തന്നെ അമ്മ പറയുമ്പോഴത്തേക്കിനും ചില കാര്യങ്ങളൊക്കെ ഞാൻ എതിർക്കാറുണ്ട്. പിന്നെ ഇന്ന് വന്ന ശ്രുതി, അവള് സുധീന്ദ്രന്റെ പെണ്ണായിട്ട് ഇനി ഈ വീട്ടിലേക്ക് വരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഈ വീട്ടിലെ വേലക്കാരിയൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാലേ അതെനിക്ക് ഇച്ചിരി പ്രശ്നമാണ്. ചൂലെടുത്ത് ആദ്യം അവളുടെ മുഖത്തിട്ടൊന്ന് കൊടുക്കാനാ തോന്നിയത്. പിന്നെ ഇനി ഞങ്ങൾ തമ്മിൽ കാണേണ്ടതാണല്ലോ. ഈ കല്യാണം എങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ തമ്മിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ ഇപ്പൊ ഞാനൊന്ന് ഒതുങ്ങിയല്ലേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ സച്ചിത പിന്നാലെ വന്ന് നിൽക്കുക കേട്ടോ. സച്ചി വന്ന കാര്യം ഒന്നും രേവതി അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഇവള് വർത്താനം പറഞ്ഞ് തിരിയുന്നതിനിടയ്ക്കാണ് സച്ചി ഇവിടെ വന്ന് നിൽക്കുന്നത് കാണുന്നതും. ദേവു ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അല്ല, നിങ്ങളിത് എപ്പോ എത്തി? അതോ, നിന്റെ പരദൂഷണം പകുതിയായ സമയത്ത് ഞാനിവിടെ എത്തിയതാണ്. ഇല്ല, അതിന് ഞാൻ പരദൂഷണമൊന്നും പറഞ്ഞതല്ലല്ലോ, ഇവിടെ നടന്ന കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. എടി, നീ എന്താ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്? ഞാനൊരു ഡ്രൈവറാണ് എന്നുള്ള കാര്യം നിനക്കറിയാലോ. വണ്ടിയിൽ പല പെണ്ണുങ്ങളും ഒക്കെ യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ അവരാണെങ്കിലോ ഒന്നെങ്കിൽ അമ്മായിയമ്മയുടെ കുറ്റം പറയും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറിച്ചുള്ള കുറ്റം പറയും. അതൊക്കെ നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ സംസാരിക്കും. സച്ചി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും രേവതി പറയുന്നുണ്ട്, എല്ലാ പെണ്ണുങ്ങളും സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലേ, അത് പിന്നെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഞാനിതൊക്കെ കേൾക്കുകയല്ലേ, ഞാൻ ചെവി പൊട്ടണമൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പം അതെ, ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. അത് തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയോടും ദേവുവിനോടും ഒക്കെ പറഞ്ഞത്. വന്നവളുണ്ടല്ലോ, എന്നോടൊരു വേലക്കാരിയോട് പെരുമാറുന്ന പോലെയാണ് പെരുമാറിയത്. അതുകൊണ്ട് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യമൊക്കെ രേവതി സച്ചിയോട് പറയുമ്പോൾ, ഇനിയിപ്പം ബാക്കി ഡീറ്റെയിൽസ് കൂടി പോരട്ടെ. ഞാനൊരു കാര്യം ഇന്ന് കണ്ടായിരുന്നു, അത് തന്നെയാണോ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉടനെ രേവതി പറയുന്നുണ്ട്, ഇനിയിപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് പരദൂഷണമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ നിൽക്കുന്നില്ല, എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പോകുമ്പോൾ സച്ചി പിന്നാലെ കൂടി കേട്ടോ. കൂടിയിട്ട് ചോദിക്കുന്നുണ്ട്, പരദൂഷണമാണെന്നൊന്നും ഞാൻ പറയില്ല. ഇന്ന് ഞാൻ സുധിയോടൊപ്പം ഒരു പെണ്ണിനെ കണ്ടു. ഒരു ബ്ലൂ കളർ ചുരിദാറൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് പൊക്കമൊക്കെ ഉള്ളൊരു പെണ്ണാണോ എന്ന് ചോദിക്കുകയാണ്. ആ പെണ്ണിനെ തന്നെയാണ് ഞാൻ കണ്ടതെന്നും അതുപോലെ തന്നെ അവളും സുധിയും തമ്മിൽ എന്താ ഇടപാട്, ഇനി അവളാണോ ഇവള് എന്നുള്ളൊരു സംശയം എനിക്കുണ്ടെന്ന് പറയാണ്. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നതെന്ന് ചോദിച്ച് രേവതി അവനോട് ചോദിക്കുമ്പം സച്ചി പറയാണ്, അല്ലടി, ഇവൻ കാശ് അടിച്ചുകൊണ്ട് പോയി ഒരു പെണ്ണിന് കൊടുത്തില്ലേ, ഇനി അവളാണോ ഇവള് എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. ഇതതാവാൻ സാധ്യതയില്ല. സുധിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പം ആശുപത്രിയിൽ ഒരു പെണ്ണെത്തിച്ചെന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണാണ് ഇവളെന്നുള്ള കാര്യം പറയാണ് രേവതി. അപ്പോഴാണ് അങ്ങനെയാണല്ലേ, എന്തായാലും കല്യാണം നടക്കുവോ, നടന്നു കഴിഞ്ഞാൽ 50 ലക്ഷം തിരികെ കിട്ടുമല്ലോ. അപ്പൊ ഇത് പറയുമ്പം അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ വരുമ്പോൾ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ഡൈനിങ് ടേബിളിന്റെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അച്ഛനും അമ്മയും കൂടി അവിടെ വരുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എത്തിയോ? ഇപ്പം നേരത്തെയൊക്കെ എത്തുന്നുണ്ടല്ലോ. അല്ല, എത്തിയ പാടെ ഭാര്യ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതെ, ഇന്നിവിടെ ആരൊക്കെയോ വന്നായിരുന്നല്ലോ അച്ഛാ. ആരാ വന്നേന്ന് ചോദിക്കുകയാണ്. ഭാമയോടൊപ്പം ശ്രുതി എന്നൊരു പെണ്ണും വന്നായിരുന്നു. അവള് സുധീന്ദ്രന് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചു വെച്ച പെണ്ണാണ് എന്നൊക്കെയുള്ള കാര്യം ചന്ദ്രമതി സച്ചിയോട് പറയുമ്പം, അപ്പം എന്തായാലും കല്യാണം നടക്കുമല്ലേ? നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൊണ്ടുവന്നത്. അല്ല, ആ പെണ്ണിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാവോ എന്ന് ചോദിക്കുകയാണ് സച്ചി. ഉടനെ ചന്ദ്ര പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട്. ചന്ദ്ര നീ ഒന്ന് അടങ്ങെന്നും പറഞ്ഞ് രവിയാണെങ്കിൽ പറയുന്നുണ്ട്, മോനെ, ഇന്ന് വന്ന ആ പെണ്ണാണെങ്കിലും അവള് തനിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിച്ചപ്പം അച്ഛൻ ദുബായിലോ മലേഷ്യയിലോ സിംഗപ്പൂരിലോ എവിടെയൊക്കെ ആണെന്ന് പറഞ്ഞു. അതൊന്നും എനിക്കത്ര വിശ്വസിക്കാനായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരുപാട് ആലോചിക്കാതെ ഒന്നും എടുത്തു ചാടരുതെന്ന് ഞാൻ ചന്ദ്രയോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല.
ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാനേ ഒരുപാട് തവണ അന്വേഷിച്ചതാണ്. നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു കൊച്ച്, നല്ല ഒന്നാം തരം ഒരു തറവാട്, അങ്ങനെയുള്ളൊരു ബന്ധമാണ് എൻ്റെ മോന് വേണ്ടി ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അച്ഛാ, ശ്രീകാന്ത് എന്തായാലും വരുമല്ലോ, ശ്രീകാന്ത് വരുമെന്നുള്ള കാര്യമൊക്കെ പറയുന്നത് കേട്ടു. അതുകൊണ്ട് അവൻ വരുന്നത് കൊണ്ട് ഇനിയിപ്പം അവന് വരാൻ ഉള്ള പണിയാണല്ലോ ഇവനിപ്പോൾ ഈ ഉണ്ടാക്കി വെക്കുന്നത്. സമയമാകുമ്പോൾ ചെക്കൻ മുങ്ങിക്കഴിഞ്ഞാലും അനിയനെ പിടിച്ച് കെട്ടിക്കാലോ എന്നുള്ള കാര്യം പറയുക. ദേ ഇവൾ എൻ്റെ തലയിലായതുപോലെ എന്ന് പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വന്നു. ഇവൻ എന്താ ഇങ്ങനെയൊക്കെ ഇപ്പോഴും പറയുന്നത് എന്നുള്ള മട്ടിൽ രേവതി നിന്ന് സച്ചിയെ നോക്കുക കേട്ടോ. അപ്പൊ ഉടനെ രവി പറയുന്നുണ്ട്, നീ എന്തിനാ സച്ചി എന്ത് പറഞ്ഞാലും അവസാനം രേവതിയുടെ നേരെ ചെല്ലുന്നത് എന്നും പറഞ്ഞ് രവി ഇങ്ങനെ സച്ചിയോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും ശ്രീകാന്തിന്റെ കോള് വരികയാണ്. അപ്പം കോള് വന്നതും ശ്രീയാണ് വിളിക്കുന്നത്. അവന് 100 ആയുസാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും അച്ഛൻ സ്പീക്കറിലിട്, എനിക്ക് അവനോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് സച്ചി സ്പീക്കറിലിടുകയാണ്. അച്ഛാ, ദേ നാളെ ഞാൻ രാവിലെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി എന്തായാലും ഞാൻ നാട്ടിലുണ്ടാകും എന്നുള്ള കാര്യമൊക്കെ ശ്രീകാന്ത് അച്ഛനോട് പറയുമ്പം ആ മോനെ നീ വാന്ന് പറയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി ഫോൺ ഇങ്ങ് വാങ്ങിച്ചിട്ട്, എടാ നിനക്ക് എന്തായാലും ബെസ്റ്റ് ടൈമാണ്, നീ നാളെ എത്തണം കേട്ടോ, നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയ കാര്യങ്ങളും സർപ്രൈസൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താ ഈ ഉദ്ദേശിച്ച് എന്താ പറയണേന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പം, അല്ല നിന്റെ ചേട്ടൻ പുള്ളി ഉണ്ടല്ലോ സുധി, അവനൊരു പെണ്ണിനെ സെറ്റാക്കിയിട്ടുണ്ട്, സമയമാകുമ്പോൾ അവൻ മുങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ പിടിച്ച് കെട്ടിക്കാമല്ലോ. അപ്പം ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയാണ്, എൻ്റെ പൊന്ന് സച്ചി ചേട്ടാ എന്നെ വെറുതെ വിട്ടേര്, ഞാൻ എന്തായാലും നാളെ എത്തും, ബാക്കിയെല്ലാം അവിടെ വന്നിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ രേവതി ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ദേഷ്യം അവൾക്കുണ്ട്. അപ്പോൾ ചന്ദ്രമതി ആണെങ്കിലും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ദേ അമ്മേ, എനിക്ക് അമ്മയോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, എൻ്റെ പൈസ 50 ലക്ഷം രൂപ ഈ നിൽക്കുന്നവളെ ഞാൻ കല്യാണം കഴിച്ചതിനുള്ള കൂലി, അതുകൊണ്ട് ആ പൈസ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ ഇവളെയൊക്കെ ഞാൻ സഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കല്യാണത്തിന് മുന്നേ പണം തിരികെ എനിക്ക് നൽകിയിരിക്കണം, ഇല്ലെങ്കിലുണ്ടല്ലോ ഈ കല്യാണം ഞാനങ്ങ് കലക്കുമെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് കയറി പോവാണ്. അപ്പൊ ഈ സമയം നമ്മുടെ രവി ആണെങ്കിൽ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരനും പതി അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പൊ ചന്ദ്ര നിന്ന് ആലോചിക്കുക, ഈശ്വര ഇനി ഇവൻ ആ ബ്രോക്കറൊക്കെ പറഞ്ഞതുപോലെ തന്നെ കല്യാണം കലക്കുവോ? അപ്പൊ ചന്ദ്രയ്ക്ക് ടെൻഷനായിട്ടോ. അങ്ങനെതാ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് രേവതി അവിടെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ സച്ചിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞു വന്നാലും സച്ചി അവസാനം തന്നെ കല്യാണം കഴിച്ച കഥ പറയുമല്ലോ. അപ്പം അതിൻ്റെ ഒരു ദുഃഖമൊക്കെ നമ്മുടെ രേവുവിനുണ്ട്. അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദാ സച്ചി വരികയാണ്. അല്ല അച്ഛൻ കിടന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഇവൾ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അല്ല നിനക്ക് എന്താ ചെവി കേൾക്കാൻ മേലെ? നിന്നോടാ ഞാൻ ചോദിച്ചത് അച്ഛൻ കിടന്നോ ഇല്ലയോ എന്നുള്ളത്. അതെ, നിങ്ങളുടെ അച്ഛൻ കിടന്നോ ഇല്ലയോ എന്നുള്ളത് റൂമിൽ പോയി നോക്കണം, റൂമിലെങ്ങാണ്ടുണ്ട്, ഉറങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുമ്പോൾ, അല്ല എന്താണ് ഇന്ന് ഇടംതിരിപ്പാണല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പം, അതെ നിങ്ങൾ കുറേ കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഞാനൊരു ശല്യമാണെന്നും എന്നെ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതം നശിച്ചു പോയി എന്നുള്ള കാര്യമൊക്കെ ഇനി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയുമ്പം സച്ചി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. സച്ചിയും അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്താടി നീ എന്നെ എന്ത് ചെയ്യുമെന്നാ ഈ പറയുന്നത്? അതെ, നീ അധികം അങ്ങ് തിളയ്ക്കൊന്നും വേണ്ട, ഞാൻ സത്യമല്ലേ പറഞ്ഞത്, എന്നെ കല്യാണം കഴിച്ചു, നിന്നെ ഞാനും കല്യാണം കഴിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, അനുഭവിക്കുക, ഇതിന് മുന്നേ എത്ര സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പം ഇവൾക്ക് ദേഷ്യം വരികയാണ്. അവിടെ ഇരുന്നിട്ട് പ്ലേറ്റ് എടുത്ത് സച്ചിക്ക് നേരെ ഇങ്ങനെ നീട്ടി നിൽക്കുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലും ഈശ്വര ഇത് കൈവിട്ട് പോകുന്ന ലക്ഷണമാണ്. എന്തായാലും ഇനി അധികം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവൾ ആ പ്ലേറ്റിന് തന്നെ തല്ലുമെന്ന് മനസ്സിലാക്കി പതിയൊന്ന് ഒതുങ്ങുക കേട്ടോ. അപ്പം രേവതി ആണെങ്കിലും ദേ ഭക്ഷണമൊക്കെ ഇവിടെയുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോന്നും പറഞ്ഞ് അവൾ അകത്തോട്ട് കയറി പോകുമ്പോഴത്തേക്കിനും സച്ചി ആണെങ്കിലോ ഇത്രയൊക്കെ കാണിച്ചിട്ട് നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കണോ അല്ലേ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴാണ് കറിയുടെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് പുള്ളിക്ക് നിൽക്കാൻ പറ്റാണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ കറിയൊക്കെ ഒന്ന് തുറന്നു നോക്കുമ്പം ആശാൻ ഇഷ്ടപ്പെട്ട കറികളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തോട് ഒരിക്കലും ദേഷ്യം കാണിക്കരുതെന്ന്, അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് അവൻ ആ ഒരു ചോറും കറിയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലോ രേവതി അടുക്കളയിൽ പോയി നിന്നിട്ട് ദേഷ്യപ്പെട്ട് ഓരോ പ്ലേറ്റ് എടുത്ത് താഴെ ഇടുകയാണ്. അപ്പൊ തന്നെ സച്ചി പറയുന്നുണ്ട്, അതെ ഇതുമാതിരി ഒച്ചയൊന്നും കേട്ടാലൊന്നും ഈ സച്ചി പേടിക്കില്ല, വേണേ നീ ഒരു ബോംബ് പൊട്ടിച്ച് നോക്ക്, അപ്പൊ അറിയാം ഞാൻ ഇവിടുന്ന് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ രേവതിക്ക് പിന്നെയും ദേഷ്യം വന്നു. അവൾ അതേപോലെ തന്നെ ചെയ്യാണ്. അങ്ങനെ ഇതാ പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി ആണെങ്കിൽ
തിണ്ണയൊക്കെ ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, അതെ എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണം, ഒന്ന് എടുത്ത് തരാമോ എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് കയ്യും കാലും ഒക്കെ ഉണ്ടല്ലോ, വേണേ പോയി എടുത്ത് കുടിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, എടി ഞാൻ ഒരുപാട് നിന്നോട് ക്ഷമിക്കുന്നുണ്ട്, എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ തകർന്നു കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റൂടി എന്ന് പറയുമ്പോൾ രേവതി ചൂല് ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. അപ്പം സച്ചിക്ക് പേടിയായി കേട്ടോ. സച്ചി പറയാ, ദേ ഞാനേ വെറുതെ വിടുന്നതാണ്, നിന്നെ തല്ലാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ല, ധൈര്യമൊന്നും നിങ്ങൾക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, നിങ്ങൾ ചുമ്മാ വളവളാന്ന് സംസാരിക്കുക മാത്രമേ ഉള്ളൂ, അതൊക്കെ ഞാൻ മനസ്സിലാക്കി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, പിന്നെ ഒരുപാട് ഭരിക്കാനൊന്നും ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അവൾ തക്ക മറുപടി കൊടുക്കുമ്പം സുധി നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. സുധിയെ കണ്ട പാടെ സച്ചിയാണെങ്കിലോ ഈ ദേഷ്യം മുഴുവനും സുധിയുടെ മേത്ത് തീർക്കാൻ വേണ്ടി അങ്ങ് ചെല്ലുക. എടാ സുധി, എടാ ഫ്രോഡെ, നീ എവിടെ പോവാടാന്ന് ചോദിക്കുമ്പം സുധി പറയാ, ഞാൻ എവിടെയെങ്കിലും പോട്ടെ, നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം, അല്ല എന്നെ ഈ പടുകുഴിയിൽ തള്ളിയിട്ടിട്ട് നീ ഇപ്പം നല്ല ഡ്രസ്സ് നല്ല ഷർട്ടൊക്കെ ഇട്ട് ഇത് എങ്ങോട്ടാണ് സുന്ദരനായിട്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴത്തേക്കിനും സുധി ആണെങ്കിലോ തിരികെ ഇവനോട് ദേഷ്യപ്പെടുമ്പോൾ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി. എന്തായാലും നാളെ ഒരു ഇടി നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ രേവതി ആണെങ്കിൽ പേടിച്ച് നിൽക്കുക കേട്ടോ, ഇനി തമ്മി തല്ലി അലമ്പാകുമോ എന്നും പറഞ്ഞുള്ള ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആകുന്നത്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്